നമസ്തേ, സ്വാഗതം. ബി2 ഓർഗാനിക്സിൻ്റെ 150ാമത് എപ്പിസോഡിലേക്ക്. നമ്മൾ ഔഷധ സസ്യങ്ങളെയും നമ്മുടെ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന സസ്യങ്ങളെയും പരിചയപ്പെടുത്തുന്ന ഒരു പരമ്പരയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ എല്ലാവരും മറക്കാണ്ട് കാണുക. നമ്മൾ അറിയാത്ത അറിവുകളുണ്ടെങ്കിൽ നിങ്ങളത് അറിവെടുക്കുകയും ചെയ്യുക. ഞങ്ങൾക്ക് അറിയാത്ത അറിവാണ് വെച്ചാൽ അതൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ഭംഗിയുള്ളൊരു ചെടിയാണ്. മേന്തോന്നി, കീത്തോന്നി, ചെകുത്താമ്പൂവ്, ഫയർ ലില്ലി, ഭ്രാന്തം പൂവ് എന്നൊക്കെ പറയണ തമിഴ്നാടിൻ്റെ ഔദ്യോഗിക പുഷ്പമായിട്ടുള്ള കണ്ണിക്കേട് സൂക്കേട് ഉണ്ടാക്കുന്ന ചെടി എന്നുകൂടി അറിയപ്പെടുന്ന മേന്തോന്നി. ഭ്രാന്തം പൂവ് എന്ന് പറയാനായിട്ട് നല്ല രസമാണ് കാണാൻ. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ പൂവ് തലയിൽ വെക്കുകയും പറക്കുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭ്രാന്താവുമെന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. ഭ്രാന്തിനെ മറുമരുന്നായിട്ടും ഇത് ഉപയോഗിക്കുന്നു പറയുന്നുണ്ട്. അതായത് ഇതിൻ്റെ കിഴങ്ങാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. കിഴങ്ങിന് 2 ഭാഗമുണ്ടെന്നും ഒരു ഭാഗത്തിന് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷകരമായിട്ടുള്ള സാധനമാണെന്നും മറുഭാഗത്തിന് അതിൻ്റെ വിഷം മാറ്റാനുള്ള കഴിവുണ്ടെന്നും കേട്ടിട്ടുണ്ട്. ഉഷ്ണവീര്യമാണ്, വള്ളിച്ചെടിയാണ്, പല നിറങ്ങളിൽ കാണാം. ഇലയും വിത്തും കിഴങ്ങും ഒക്കെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഈ ഗർഭാശയത്തിനെയും ഹൃദയത്തിനെയും വേഗത്തിൽ ചുരുക്കം വികസിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിക്ക് ഉപയോഗിക്കുന്ന വെച്ചാൽ ഔഷധ ഒരു വൈദ്യൻ്റെ അഭിപ്രായ പ്രകാരം ഉപയോഗിക്കുന്ന വെച്ചാൽ നല്ലതാണ്. രക്തപ്രകോപനകരമാണ്. അധികമായ അതായത് സ്വന്തം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഛർദി, അതിസാരം, ഉദരവേദനയും ഹൃദയസ്തംഭനവും എന്തിന് ആത്മഹത്യ ചെയ്യാൻ വരെ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചെടിയാണത്. വിഷാരിയാണ്, വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക വെച്ചാൽ പാമ്പ് വിഷത്തിൽ ഔഷധമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നേ. അതേപോലെ മുടി വട്ടത്തിൽ കൊഴിഞ്ഞു പോണൊരു സൂക്കേടുണ്ട്, നമ്മളത് സയൻറ്റിഫിക് ഭാഷയിൽ പറഞ്ഞ അലോപേഷ്യ, അതിനും ഇത് ഉപയോഗിക്കും കേട്ടോ. 2 കിഴങ്ങുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷമാണെന്ന് പറഞ്ഞാൽ ആ ഒരു കിഴങ്ങിന് ലേശം മാനസിക അസ്വസ്ഥ്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു കഴിവും കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഭ്രാന്തം പൂവ് എന്ന് പറയുന്നത്. ഇതിന് നല്ല വിലയാണ് കേട്ടോ. 1 കിലോ കിഴങ്ങിന് 5000 to 6000 രൂപയാണ്. കേരളത്തിൻ്റെ ഇതിന് കൃഷിയില്ല, പക്ഷേ തമിഴ്നാട്ടുകാരുടെ ഔദ്യോഗിക പുഷ്പമായതുകൊണ്ട് മാത്രമല്ല അവരത് ധാരാളം കിഴങ്ങ് കൃഷി ചെയ്യുന്നുണ്ട്, കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ അധികം ഇല്ല. ഒക്ടോബർ ജൂലൈ മാസം തൊട്ടിട്ടാണ് ഉണ്ടാവുക കേട്ടോ. 2-3 തരൻ്റെ കളറൊക്കെ. താന്തോന്നി ആവരുത്, താന്തോന്നി ആയാൽ മേന്തോന്നി കിഴങ്ങ് തിന്നേണ്ടിയിരുന്നാൽ പറയുക.